അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു ഫിസ്സറാഇ വദ്ദറാഇ വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി ലിമാ യുഖർരിബുനാ ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുരൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل سيدنا محمد وبارك على محمد وعلى آل سيدنا محمد في العالمين إنك حميد مجيد فاتقوا الله يا عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العلي العظيم ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി പരസ്പരം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ മുൻനിർത്തി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനോടും തഖ്വയോടും കൂടി ജീവിക്കാൻ കഴിയുന്ന മുഅ്മിനുകളുടെയും മുത്തഖികളുടെയും കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി, നമ്മുടെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തി, നമ്മുടെ ഇണതുണകളെയും പ്രിയപ്പെട്ട മക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ ഒരു അനുഗ്രഹമെന്ന് പറയുന്നത് അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധമാണ്. റമദാനിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം, ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ ചിലപ്പോൾ നമുക്ക് സൗകര്യപ്പെടുമോ ഇല്ലേ എന്ന ഒരു ആശങ്ക നമുക്കുണ്ടായിരുന്നു. അത്രക്കും സങ്കീർണമായ അവസ്ഥകളിലൂടെയാണ് പ്രവാസികളായ നമ്മളുൾപ്പെടെ ഈ രാജ്യത്തെ മനുഷ്യർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ മുഅ്മിനുകളെന്ന നിലക്ക് നമുക്കുള്ള ഏറ്റവും വലിയ ഒരു സൗകര്യം, ഏത് പ്രതിസന്ധി നമ്മുടെ മുമ്പിലേക്ക് വന്നാലും, അടിപതറിപ്പോകുന്ന ഏത് ജീവിതാവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും, ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നുന്ന കടുത്ത വെല്ലുവിളികളെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നാലും നമ്മെ പിടിച്ചു നിർത്തുന്ന, നമുക്ക് കരുത്ത് പകരുന്ന, നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് നിഅ്മത്തുല്ലാഹ്, അല്ലാഹ് എന്ന അനുഗ്രഹമാണ്. അല്ലാഹു എന്ന അനുഗ്രഹം, അല്ലാഹുവിലേക്ക് ഏത് ഘട്ടത്തിലും ചെന്നണയാൻ കഴിയുമെന്ന ബോധം, അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം, അള്ളാഹു ഉണ്ട് എന്ന ബോധം, ഏത് ഘട്ടത്തിലും മരണത്തെ മുഖാമുഖം കാണുന്ന, രക്തമൊലിക്കുന്ന സന്ദർഭത്തിൽ പോലും ഹസ്ബുനല്ലാഹ്, അള്ളാഹു ഉണ്ട് എന്ന ബോധം. അപ്പൊ അള്ളാഹു എന്നത് മുഅ്മിനിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവുമായി അങ്ങനെ ബന്ധം സൂക്ഷിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് അള്ളാഹ് എന്ന ഒരു ശക്തി നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാവുക. പ്രത്യേകിച്ചും ഇതുപോലുള്ള പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന ഘട്ടങ്ങളിൽ ഇത് നമുക്ക് ബോധ്യപ്പെടും. കാരണം അള്ളാഹുവിൻ്റെ അധികാരത്തിലും അവൻ്റെ നിയന്ത്രണത്തിലുമാണ് ലോകത്ത് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നത് അള്ളാഹു അറിഞ്ഞിട്ടും അവൻ്റെ അനുമതിയോടും അവൻ്റെ അധികാര പ്രയോഗത്തിൻ്റെ ഭാഗമായുമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനുകൾ, മുസ്ലിം സമൂഹം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ അള്ളാഹു എന്ന് പറയുന്ന നമ്മളുടെ ഈ വലിയ അനുഗ്രഹം,
നമ്മൾ ഓരോരുത്തരും നേടിയിരിക്കുന്നതെല്ലാം അള്ളാഹുവിനെ കൊണ്ടാണ്. നമുക്കിനി ഉണ്ടാകാൻ പോകുന്നതും അള്ളാഹുവിനെ കൊണ്ടാണ്. ഇത് നമ്മളുടെ ജീവിതത്തിലെ അസ്ഥിവാരമാണ്. നമ്മുടെ ജീവിതത്തിൽ രൂഢമൂലമായിരിക്കുന്ന, ഒരു വിശ്വാസിയിൽ രൂഢമൂലമായിരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ റിസ്ക്, നമ്മുടെ സുരക്ഷ, നമ്മുടെ അമ്ന്, ഇതൊക്കെ ഹുവ മിൻ ഫളില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഫളിലാണ്. ഈ നമ്മളിങ്ങനെ വിശ്വസിക്കുന്ന, മനസ്സിലാക്കുന്ന നമ്മുടെ നാഥനോട് കൂടുതൽ എടുത്തു നിൽക്കാൻ, കൂടുതൽ ചേർന്ന് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഷിദ്ദത്തിൻ്റെ നാളുകളിൽ, പ്രയാസപൂർണമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഘട്ടങ്ങളിൽ ഇത് കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ടല്ലോ, റുഫിയത്തുൽ അക്ലാം വജഫത്തിസ് സുഹുഫ്, ഏടുകളും അടക്കപ്പെട്ടിരിക്കുന്നു, പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ജുമാക്ക് ശേഷം എന്ത് സംഭവിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിന് എന്ത് നടക്കണം, ഈ ലോകത്തിന് എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഈ മേഖലക്ക്, ഈ രാജ്യങ്ങൾക്ക്, ഈ സമൂഹങ്ങൾക്ക്, ഈ സമൂഹങ്ങളിലെ വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് എന്ത് സംഭവിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അസ്വസ്ഥപ്പെടേണ്ടതില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹു തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഖലാഉകൾക്ക്, ഖദറുകൾക്ക് മുന്നിൽ വിനീത വിധേയനായി ഞാൻ കൂടുതൽ അള്ളാഹുവിലേക്ക് ഉന്മുഖനാകാൻ ശ്രമിക്കുന്നുണ്ടോ ഇല്ലേ? അള്ളാഹുവിലേക്ക് ചെന്നണയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ ഇല്ലേ? ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഖദറിനെയും ഖലാഇനെയും കണ്ടുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതൽ ഒട്ടിച്ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. റമളാൻ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ തിരിയുന്ന സന്ദർഭമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇഹ്ഫളില്ലാഹ യഹ്ഫളുക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ അള്ളാഹു നിന്നെ കാത്തുരക്ഷിക്കും. ഇഹ്ഫളില്ലാഹ ഇത്തഖില്ലാഹ തജിദ്ഹു തുജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ ശ്രദ്ധിക്കുക, എങ്കിൽ നിന്റെ നേരെ മുന്നിൽ നിന്റെ നാഥനെ നിനക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, സഹോദരിമാരെ, റമളാൻ എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ മുന്നിൽ, കണ്ണിൻ്റെ മുന്നിൽ നാഥൻ വന്ന് നിറയുന്ന ഒരു സമയമാണ്. തജിദുഹു തുജാഹക്, നീ നോക്കുന്ന നിന്റെ മുസല്ലയിൽ, നീ നെറ്റുവെക്കുന്നിടത്ത് നിന്റെ നാഥനെ നിനക്ക് കാണാൻ കഴിയും. നീ ഖുർആൻ പാരായണം ചെയ്യുന്ന നിന്റെ വീട്ടിലെ നിന്റെ സോഫയിൽ, അതിൻ്റെ തൊട്ടടുത്ത് നിന്റെ നാഥനെ നിനക്ക് കാണാൻ കഴിയും. വഇദാ സഅൽത ഫസ്അലില്ല, അതുകൊണ്ട് ഈ പരീക്ഷണ നാളുകളിൽ നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. വഇദാ സ്തഅൻത ഫസ്തഅൻ ബില്ലാ, സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ സൂക്ഷിക്കുക. അവൻ്റെ ത്വാഅത്തിൽ, അവൻ്റെ ഇബാദത്തിൽ, അവനോട് പ്രാർത്ഥനയിൽ, അവനോടുള്ള ദുആയിൽ, ദിക്റിൽ നമ്മുടെ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹുവിൽ സർവോപരി അവലംബിച്ചുകൊണ്ട്, അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ മനസ്സിലാക്കണം, റഹായിൽ, നല്ല കാലത്ത്, പ്രയാസങ്ങളില്ലാത്ത കാലത്ത്, പ്രതിസന്ധികളില്ലാത്ത കാലത്ത്, യുദ്ധവും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത കാലത്ത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിനേക്കാൾ ഫിഷിദ്ദത്തി അൽആഫൻ, ഇരട്ടി ഇരട്ടിയായിട്ട് ഈ കാലത്ത് അള്ളാഹുവിലേക്ക് അടുക്കാനും, അള്ളാഹുവിൽ ഇബാദത്ത് ചെയ്യാനും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും, ദിക്ർ ദുആകളിൽ ഏർപ്പെടാനുമൊക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവല്ലാത്ത ഒരു മഞ്ച, ലാ മഞ്ച വലാ മൽജ ഇല്ലാ ഇലല്ലാഹ്, അല്ലാഹുവല്ലാത്ത ഒരു അവലംബം നമുക്കില്ല, ഒരു രക്ഷ നമുക്കില്ല, ഒരു സങ്കേതം നമുക്കില്ല, ഓടിച്ചെല്ലാൻ വേറൊരിടം നമുക്കില്ല. മിസൈലുകൾ വന്ന് വീഴുമ്പോൾ, ബോംബുകൾ വന്ന് വീഴുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകളിൽ ഏർപ്പെടാനല്ലാതെ ഈ റമളാൻ കാലത്ത് ഒരു മുഅ്മിനിൻ്റെ മുമ്പിൽ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി, ഒരു മൽജവും, ഒരഭയസ്ഥാനവും അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിലേക്കുമല്ലായിട്ടല്ലാതെ നമ്മുടെ മുമ്പിലില്ല.
ഓരോ വിശ്വാസിയും ഓരോ മനുഷ്യനും മനസ്സിലാക്കണം, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. വളരെ സേഫായ സുരക്ഷിതമായ നിങ്ങളുടെ ബെഡ്റൂമുകളിലാണെങ്കിലും കെട്ടിപ്പൊക്കപ്പെട്ട കുത്തളങ്ങളിലാണെങ്കിലും നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മരണം നിങ്ങളെ പിടികൂടും. എങ്ങനെ മരിക്കണമെന്നാണോ, എങ്ങനെ ജീവിതാവസാനത്തെ അഭിമുഖീകരിക്കണമെന്നാണോ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത്, ആ തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകും. അതുകൊണ്ട് റമളാനിൻ്റെ ആത്മീയതയുടെ തന്നെ ആകത്തുക എന്ന് പറയുന്നത് ഈ അള്ളാഹുവാണെങ്കിൽ, ഈ അള്ളാഹുവുമായുള്ള ബന്ധമാണെങ്കിൽ, ഈ അള്ളാഹുവിൽ നിന്ന് എന്നെ അകറ്റിക്കളയുന്ന ഘടകങ്ങളെ ജീവിതത്തിൽ നിന്ന് തുരത്താനുള്ള സന്ദർഭമാണെങ്കിൽ, അൽ ഇഅ്തിസാമു ബില്ലാഹി വവഹദത്തുൽ മുസ്ലിമീൻ. ഇത് നമ്മൾ ഇത്തരം പരീക്ഷണ കാലങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിനെ മുറുകെ പിടിക്കാൻ സാധിക്കണം. ഐക്യത്തോടുകൂടി മുസ്ലിം ഉമ്മത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കണം. വഅത്തസിമു ബിഹബലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക. മുസ്ലിം ഉമ്മത്ത് ഒരു ഉമ്മത്താണെങ്കിൽ, കിഴക്കും പടിഞ്ഞാറുമുള്ള വടക്കും തെക്കുമുള്ള ഈ ലോകത്തെമ്പാടും പരന്നു കിടക്കുന്ന ഇത്ര ബില്യൺ വരുന്ന ഒരു ഉമ്മത്താണ് മുസ്ലിം ഉമ്മത്തെങ്കിൽ, ആ ഉമ്മത്തിന് ഐക്യത്തോടുകൂടി ഇസ്ലാമിൻ്റെ ശത്രുക്കളെ അഭിമുഖീകരിക്കുവാനും കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു മുസ്ലിങ്ങൾക്ക്, മുഅ്മിനുകൾക്ക് ചെയ്ത വലിയ അനുഗ്രഹമായിട്ട് ഖുർആൻ പറയുന്നത് അല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ ഇണക്കിയെന്നാണ്. നിങ്ങൾക്കിടയിൽ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യത്തിൽ, ഖുർആനിൻ്റെ കാര്യത്തിൽ, പ്രവാചകൻ്റെ കാര്യത്തിൽ, അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്ന കാര്യത്തിൽ നിങ്ങളൊരു ഉമ്മത്താണ്. ആ ഒരു ഉമ്മത്ത് എന്ന നിലക്ക് ഐക്യത്തോടുകൂടി ഭിന്നതയില്ലാതെ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ രംഗത്തൊക്കെ ആദ്യം ഞാൻ സൂചിപ്പിച്ച അള്ളാഹുവിനെ മുഖാമുഖം കാണുന്നിടത്ത് നമുക്ക് വിശ്വാസപരമായ ദുർബലതയുണ്ടെങ്കിൽ, 40 കൊല്ലം ഭൂമിയിൽ ജീവിച്ചിട്ട് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും എൻ്റെ നേരെ മുന്നിൽ എൻ്റെ നാഥനെ കാണാൻ നിങ്ങളോട് സംസാരിക്കുന്ന എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ ഈമാനിൻ്റെ ദുർബലതയാണ്. ഈ ദുർബലതയെ പരിഹരിക്കുന്ന സന്ദർഭമാണ് റമളാൻ എന്ന് പറയുന്നത്. ഈ റമളാൻ കഴിയുന്നതിന് മുമ്പ്, ഈ വെള്ളിയാഴ്ച ഇന്നത്തെ ഈ പകല് കഴിയുന്നതിന് മുമ്പ് അള്ളാഹുവിനെ നേർക്ക് നേരെ അകക്കണ്ണുകൊണ്ട് കാണുന്ന കുറേ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് നമ്മുടെ ഈമാനിൻ്റെ ശക്തിയാണ്. റമളാനിൻ്റെ ലക്ഷ്യം അതാണ്, തഖ്വയെ ശക്തിപ്പെടുത്തുക, ഈമാനിനെ ശക്തിപ്പെടുത്തുക. നീ അങ്ങനെ ഒരു മനസ്സുള്ള ആളാണെങ്കിൽ തജിദുഹു തുജാഹക്, നിന്റെ നേരെ മുകളിൽ, നിന്റെ നേരെ നിനക്ക് നിന്റെ നാഥനെ കണ്ടുമുട്ടാൻ കഴിയും എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുമ്പോൾ, അത്തരം കാര്യങ്ങളിൽ പോരായികകളുണ്ടെങ്കിൽ റമളാൻ ഇസ്തിഗ്ഫാറിൻ്റെയും തൗബയുടെയും സന്ദർഭമാണ്. ആദ്യം തൗബ ചെയ്യേണ്ടത് ഈ ഇസ്തിഗ്ഫാറിൻ്റെ, ഈ ഈമാനിൻ്റെ കാര്യത്തിലാണ്. എനിക്ക് എൻ്റെ അള്ളയായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അള്ളാഹിനെക്കുറിച്ച് വിചാരിച്ചിട്ട് ഒരു തുള്ളി കണ്ണുനീർ കണ്ണിൽ നിന്ന് പൊഴിക്കാൻ കഴിയുന്നില്ല. ഞാൻ മുഖാമുഖം നിൽക്കുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. എപ്പോൾ നമസ്കാരത്തിൻ്റെ ഏറ്റവും അഗാധമായ സുജൂദിൻ്റെ സമയത്ത് പോലും എൻ്റെ ശ്രദ്ധ എൻ്റെ ബിസിനസ്സിലാണ്, എൻ്റെ മക്കളിലാണ്, എൻ്റെ ദുനിയാവിലാണ്. എനിക്ക് ചിന്തിക്കാൻ പലതരം കാര്യങ്ങളുണ്ട്. വലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിന, പ്രവാചകൻ പഠിപ്പിച്ചില്ലേ? ദുനിയാവ് എൻ്റെ ഏറ്റവും വലിയ ഹമ്മായിട്ട് മാറിപ്പോകരുതേ. അപ്പോൾ ദുനിയാവ് ഹമ്മായിട്ട് നമുക്ക് നേർക്ക് നേരെ നമ്മുടെ നാഥനെ ഫേസ് ചെയ്യാൻ കഴിയാത്ത ഒരു ജീവിതാവസ്ഥയുണ്ടെങ്കിൽ അതാണ് റമളാൻ കൊണ്ട് പരിഹരിക്കേണ്ടത്. ഈ റമളാൻ കഴിഞ്ഞിട്ട് നമുക്കെത്ര അവസരങ്ങൾ ഇനി ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. നമ്മളെപ്പോഴും ഒരു ചർവണം പോലെ പറയുന്ന കാര്യമാണ്, ആവർത്തിക്കുന്ന കാര്യമാണ് എല്ലാ റമളാനിലും. കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പം ഇല്ല.
കഴിഞ്ഞ റമദാനിൽ ആരോഗ്യത്തോടു കൂടി ഉണ്ടായിരുന്നവർ പലരും അനാരോഗ്യത്തിലാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ ഇതൊരവസാന സന്ദർഭമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തജ്ദീദു തൗബ പുതുക്കാൻ, നിരന്തരം തൗബ ചെയ്യാൻ, പ്രത്യേകിച്ചും ഈ ഈമാനിൻ്റെ വിഷയത്തിൽ എൻ്റെ നാഥനുമായി ഒന്ന് കണക്റ്റായിട്ട് ആ കണക്ഷൻ ഹൃദയത്തെ ഇങ്ങനെ നൊമ്പരപ്പെടുത്തിയിട്ട് ആ നൊമ്പരം 2 തുള്ളി കണ്ണുനീരായിട്ട് മുസല്ലയിൽ ഉറ്റിക്കാൻ കഴിയാത്ത ഒരു മുഅ്മിനാണ് ഞാനെങ്കിൽ എന്നേക്കാൾ ഹതഭാഗ്യൻ ഈ റമദാനിൽ വേറെയില്ല. കരയണം അള്ളാഹുവിനെക്കുറിച്ച് വിചാരിച്ചിട്ട്, അള്ളാഹുവിൻ്റെ വരാൻ പോകുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് വിചാരിച്ചിട്ട്, നമ്മളെ മക്കളെക്കുറിച്ച് വിചാരിച്ചിട്ട്, നമുക്ക് വരാൻ പോകുന്ന പരീക്ഷണങ്ങളിൽ നമ്മുടെ മക്കൾ എങ്ങനെ അതിനെ മറികടക്കുമെന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട്, അള്ളാഹു മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിലേക്ക് സഞ്ചരിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന വ്യതയോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ 2 തുള്ളി കണ്ണുനീരുറ്റിക്കുവാൻ നമുക്ക് സാധിക്കണം. ഭീകരമായ നരകത്തെക്കുറിച്ച് ഓർത്തിട്ട് ആ നരകത്തെക്കുറിച്ച ചിത്രങ്ങളിലൂടെ ഖുർആൻ പാരായണം ചെയ്ത് പോകുമ്പോൾ അത് ഹൃദയത്തെ നടുക്കുന്ന അവസ്ഥകളിലൂടെ പോകാൻ സാധിക്കണം. അതിന് ഖുർആൻ പഠിക്കണം. ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ അർത്ഥമറിയുന്ന ഒരു മുഅ്മിനായിട്ട് മാറാൻ റമളാൻ എന്നെ പ്രചോദിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് മുഅ്മിനാണ്, എന്ത് മുസ്ലിമാണ്? ഇത്തഖുല്ലാഹ തജിദുഹു തുജാഹക് എന്ന് പറയുന്ന നമ്മുടെ നേരെ മുന്നിൽ വന്നു നിൽക്കുന്ന നാഥൻ ഇത്രയും സൂറത്തുകളിലായി, ഇത്രയും ആയത്തുകളിലായി നിരന്തരം എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സംസാരം മനസ്സിലാക്കാനുള്ള ഒരു കഴിവെനിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് മുഅ്മിനാണ്? പിന്നെ എൻ്റെ നിൽക്കും ഖുർആൻ പഠിക്കില്ല. ഖുർആൻ പഠിക്കുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാഥനെ നമ്മുടെ തൊട്ട് മുന്നിൽ കാണാൻ കഴിയില്ല. നമ്മുടെ ഹൃദയം അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് വിതുമ്പുകയോ വിങ്ങുകയോ ചെയ്യില്ല. ആ നിലക്ക് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രംഗങ്ങളിലൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ തൗബ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണത്തിന് മുമ്പ് ഈ ജീവിതത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ ഹയാതക ഖബ്ല മൗതിക്. ചിലപ്പോൾ ഇത്തരം ശിദ്ധത്തിൻ്റെ നാളുകളിൽ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. മരിച്ചാൽ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പോലും ചിലപ്പോൾ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ആ മരണം വരുന്നതിന് മുമ്പ് റമളാനിൻ്റെ ഈ അനുഗ്രഹീതമായ സമയത്തെ ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വഴിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂൽ, അള്ളാഹുവിൻ്റെയും യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂലി ഇദാ ദആകും ലിമാ യുഹ്യീകും, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ഈമാനിനെ ശക്തിപ്പെടുത്തുന്ന, സജീവമാക്കുന്ന കാര്യങ്ങളിലേക്ക് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും അള്ളാഹുവും റസൂലും വിളിക്കുമ്പോൾ ആ വിളിക്ക് ഗൗരവപൂർവ്വം നിങ്ങൾ ഉത്തരം നൽകാൻ സന്നദ്ധമാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനോടും തഖ്വയോടും കൂടി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബുൽ ആലമീൻ. അടങ്ങാറുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കലുഷമായ യുദ്ധാവസ്ഥയാണെങ്കിൽ അത്തരം യുദ്ധാവസ്ഥകളെ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹങ്ങളെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അവരൊക്കെ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുന്നത്? ആദ്യം പറഞ്ഞ ഇത്തഖുല്ലാഹ തജിദുഹു തുജാഹക്, നേരെ കണ്ണിൻ്റെ മുന്നിൽ അള്ളാഹു വന്ന് നിൽക്കുമ്പം കിട്ടുന്ന ശക്തി കൊണ്ടാണ് അവരതിനെ അഭിമുഖീകരിക്കുന്നത്. അത്തരം അവസ്ഥകളിലേക്ക് എടുത്തെറിയപ്പെടില്ല എന്ന് നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. അതുകൊണ്ട് അള്ളാഹുവുമായുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തണം. തൊട്ട് മുന്നിൽ, കഴിഞ്ഞ റമളാനിലൊക്കെ ഞാൻ ഇവിടുന്ന് നമ്മളെ ക്ലാസ്സിൽ പറയാറുള്ള കാര്യമാണ്, തൊട്ട് മുന്നിൽ 26 വയസ്സുള്ള സ്വന്തം ഭർത്താവ് ചോരയിൽ കുളിച്ച് ഷഹീദായി. ആ മയ്യത്ത് 20 വയസ്സോ 21 വയസ്സോ ഉള്ള ആ യുവതി ആ മയ്യത്തിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങൾക്ക് അവനുണ്ട് എന്ന് പറയുന്ന ആ ഈമാനുണ്ടല്ലോ, ആ വിശ്വാസം,
ആ വിശ്വാസത്തിലേക്ക് മലയാളികളായ വളരെ സേഫാണ് എന്ന് കരുതുന്ന നമ്മളെയും അള്ളാഹു കൈപിടിച്ചുയർത്തുന്നില്ലെങ്കിൽ അത് നമ്മുടെ പരാജയമായിരിക്കും. ഇത്തരം പരീക്ഷണ കാലങ്ങൾ, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം സന്ദർഭങ്ങൾ നമ്മെ വിശ്വാസപരമായി ശക്തിപ്പെടുത്തണം, ഈമാനികമായി ശക്തിപ്പെടുത്തണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മുടെ ശരീരവും സമ്പത്തും സമയവും അള്ളാഹുവിനും റസൂലിനും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ആഗ്രഹിക്കുന്ന ഈമാൻ നൽകി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന തഖ്വ നൽകി ഈ റമളാനിൻ്റെ ലക്ഷ്യങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹുവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ ഈ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷിതത്വമില്ലായ്മ, യുദ്ധങ്ങൾ, പ്രയാസങ്ങൾ, ഇതിനെയൊക്കെ മകഞ്ഞു മാറ്റി ഇസ്ലാമിക ലോകത്തിന് ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ ഇത്തരം പരീക്ഷണങ്ങളെ ഈമാൻ ശക്തിപ്പെടുത്തി, തഖ്വ ശക്തിപ്പെടുത്തി, കുടുംബങ്ങളെന്ന നിലക്ക് തന്നെ ഒന്നിച്ചിരുന്ന് ഖുർആൻ പഠിച്ച്, ദിക്ർ ചൊല്ലി, ദുആ ചെയ്ത്, നമസ്കരിച്ച്, ഇനി അവസാനത്തെ 10 എന്ന് പറയുന്നത് ഖിയാമുൽ ലൈലിൻ്റെയും ദിക്ർ ദുആകൾ ശക്തിപ്പെടുന്നതിൻ്റെയും ഒക്കെ സന്ദർഭമാണ്. ഇത്രയും 16-17 നോമ്പുകൾ ആ അർത്ഥത്തിൽ എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇതൊരു ലോക്ക്ഡൗൺ പോലെ ജോലിയൊക്കെ വർക്ക് അറ്റ് ഹോമൊക്കെ ആകുന്ന ഒരുപാട് ആളുകളുള്ള, ഒരുപാട് സമയമുള്ള, പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുകളുള്ള, അല്ലെങ്കിൽ അത്രയൊന്നും നമ്മൾ ഒരു നോർമൽ കാലത്ത് പോകുന്നത് പോലെ പോകാത്ത ഒരു കാലമാണ്. അള്ളാഹുവെ ഈ കാലത്തെ കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പോരായ്മകൾ കൂടി പരിഹരിച്ച് അടുത്ത ദിനരാത്രങ്ങളിൽ നിന്നോട് കൂടുതൽ ചേർന്ന് നിന്ന്, നിന്നെ മുന്നിൽ കണ്ട്, നിന്നോട് മുഖാമുഖം നിന്ന് സംസാരിച്ച്, നിന്നോട് മനസ്സിൽ തട്ടി ദുആ ചെയ്ത്, എൻ്റേതായ എല്ലാ കാര്യങ്ങളും, ഞങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും നിൻ്റെ മുന്നിൽ തുറന്നു വെച്ച്, നീ ഞങ്ങളിലേക്ക് നോക്കുന്ന, നീ ഞങ്ങളെ ഒന്ന് സ്പർശിക്കുന്ന, അള്ളാഹുവേ നീ ഞങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കുന്ന, അള്ളാഹുവേ നീ ഞങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന, ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കുന്ന, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നീ ചേർത്ത് പിടിക്കുന്ന, ഞങ്ങളുടെ ഇണകളെ നീ ചേർത്ത് പിടിക്കുന്ന അള്ളാഹുവെ അത്തരമൊരു കാലമാക്കി റമളാനിൻ്റെ ഇനിയുള്ള ദിവസങ്ങളെ നീ മാറ്റിത്തരണമേ തമ്പുരാനെ. റമളാനിനോട് ഞങ്ങൾ അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഖുർആൻ പാരായണത്തിൽ കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ, ദുആകളിലും ദിക്റുകളിലും ഈ യുദ്ധസമയത്ത് അതിൻ്റെ വാർത്തകൾ നോക്കാനുള്ള തിരക്കിനിടയിൽ പോരായ്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ടി വിയുടെ മുമ്പിൽ തന്നെ ഇരുന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒരു തരം ആവേശത്തോടുകൂടി യുദ്ധവാർത്തകൾ ഷെയർ ചെയ്യുന്നതിലൊക്കെ ഇങ്ങനെ അഭിരമിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവെ ഞങ്ങൾക്കതെല്ലാം നീ പുറത്തു തരണമേ തമ്പുരാനെ. ഈ കാലം, ഈ റമളാൻ കാലം പൂർണ്ണമായും നിന്നിലേക്ക് ഉന്മുഖരാകാനുള്ള കഴിവ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ ഈ റമളാനിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. നോമ്പെടുക്കാൻ കഴിയാതെ, നമസ്കരിക്കാൻ കഴിയാതെ രോഗശയ്യയിൽ കടന്നുകൊണ്ടിരിക്കുന്ന അവർക്ക് ഈ റമളാൻ കാലത്ത് വേദന കൊണ്ട് പൊളയുന്ന അത്തരം സഹോദരന്മാർക്കും സഹോദരിമാർക്കും നീ നിൻ്റെ ഭാഗത്ത് നിന്നുള്ള ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ പ്രായമേറിയ മാതാപിതാക്കൾ ഞങ്ങൾക്ക് ഇവിടെയുണ്ട്, ഞങ്ങൾക്ക് നാട്ടിലുണ്ട്. അള്ളാഹു അവരെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ ഈ ശിദ്ദത്തിൻ്റെ സമയത്ത്, യുദ്ധമെന്നൊക്കെ പറയുന്ന ഈ കാഴ്ചകളും ബഹളങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങളെക്കുറിച്ച് ആലോചിച്ച് പ്രയാസപ്പെടുന്ന നാട്ടിലെ അത്തരം മാതാപിതാക്കൾക്ക് നീ മനസ്സമാധാനവും ശക്തിയും നൽകി അവരെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവർക്ക് നീ സ്വർഗീയമായ ബർസഹിയായ ജീവിതം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഇനിയും
ഉപയോഗപ്പെടുത്താൻ ഞങ്ങളുടെ പുതുതലമുറയെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവർക്ക് നീ ഈമാൻ ശക്തിപ്പെടുത്തി കൊടുക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, അവരിൽ ചിലരെക്കുറിച്ചെങ്കിലും ഞങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ആശങ്കകളുണ്ട്, വഴിതെറ്റിപ്പോകുന്ന. എന്നാൽ ഭൂരിപക്ഷം അങ്ങനെയല്ല. ഭൂരിപക്ഷവും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരും അള്ളാഹുവിൻ്റെ സ്വർഗത്തെ കിനാവ് കാണുന്നവരുമാണ്. അള്ളാഹുവേ, അവരിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന ഞങ്ങളുടെ മക്കളെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. പലതരം ലോബികളിൽ, പലതരം കൂട്ടുകെട്ടുകളിൽ അവസാനം നീ ഇഷ്ടപ്പെടാത്ത പലതരം വഴികളിൽ എത്തിപ്പെടുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും, അള്ളാഹുവേ, അവരെ ഞങ്ങൾ നിന്നെ ഏൽപ്പിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കുകയും നീ പൊരുത്തപ്പെടുന്ന, നീ തൃപ്തിപ്പെടുന്ന വഴികളിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്യണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഇരിക്കുന്നത് പോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹു, ഇസ്ലാമിക ലോകത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കളെ, ദുഷ്ടശക്തികളെ അള്ളാഹുവെ നീ നശിപ്പിക്കണമേ തമ്പുരാനെ. അള്ളാഹുവിനെ നീ പരാജയപ്പെടുത്തണമേ തമ്പുരാനെ. ഇസ്ലാമിക ലോകത്തിന് മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒന്നിച്ചു നിന്ന് ഇത്തരം ത്രട്ടുകളെ, ഇത്തരം ഭീഷണികളെ നേരിടാനുള്ള തൗഫീക്ക് നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.